ഹൈദരാബാദ് കുറച്ചൊക്കെ ഇപ്പോൾ കുറച്ചെന്നല്ല കുറച്ച് വർഷങ്ങളായി 5 വർഷത്തോളമുള്ള പരിചയം കൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് നാട്ടിൽ പോകുന്ന സമയത്തൊക്കെ എനിക്കാണ് കേട്ടോ കൂടുതൽ പണി കിട്ടുന്നത്. കാരണം ഞാനാണ് അവിടെ ഇവിടെ പോയിട്ട് സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരുന്നത്. മറ്റാണെങ്കിൽ ഞങ്ങൾ വന്ന സമയത്തൊക്കെ ചേട്ടനാണ് എല്ലാം പോയിട്ട് റെഡിയാക്കിയിട്ട് കൊണ്ടുവരുന്ന പാക്ക് ചെയ്യേണ്ട പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, ഏകദേശം സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ പോയിട്ട് വാങ്ങിയിട്ട് വരാനുള്ള സ്വാതന്ത്ര്യം കൂടിയുണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറയാൻ പറ്റില്ല, എന്താണെന്ന് വെച്ചാൽ അതൊരു പണിയാണ്. കാരണം കുഞ്ഞുങ്ങളൊക്കെ കൂട്ടിയിട്ട് പോയി സാധനമൊക്കെ വാങ്ങി വരിക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പണ്ട് അച്ഛനൊക്കെ ഇങ്ങനെ പറയായിരുന്നു, സാധനമൊക്കെ വാങ്ങി വരുന്ന സമയത്ത് നമ്മൾ പറയായിരുന്നു അതില്ല ഇതില്ല എന്ന്. അപ്പോൾ പറയും നിങ്ങൾ പോയിട്ട് വാങ്ങുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നു. ഇപ്പോഴും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാൻ പിള്ളേരെയും കൂട്ടിയിട്ട് പോവുകയാണ്, ഭയങ്കര ട്രാഫിക്കാണ്. അപ്പോൾ ഒരു സൈഡോട് ഇങ്ങനെ ഓരം ചേർന്നിട്ടാണ് പോകുന്നത്. പോയി എത്തി ഉടനെ നമ്മൾ ഫസ്റ്റ് കയറിയത് നമ്മുടെ കരിമ്പും ജ്യൂസ് കുടിക്കാനാണ്. ഞങ്ങൾ പോകുന്ന ആ ഒരു കട എന്ന് വെച്ചാൽ അത് തുറന്നില്ല. അപ്പോൾ കുഞ്ഞൂസും മണിക്കുട്ടിയും പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് അടുത്ത സാധനമൊക്കെ വാങ്ങാൻ പോകുന്നു. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. പുതിനയിലേക്ക് ഇട്ടതുകൊണ്ട് നാരങ്ങ എന്തോ എനിക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അപ്പോൾ പുള്ളി ഇടുന്ന കണ്ടോ, അപ്പോൾ അതിലൂടെ ഇങ്ങനെ ഇട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പുതിനയില ഒന്നാമതെന്ന് വെച്ചാൽ വയറിനൊക്കെ നല്ല തണുപ്പ്, നല്ല സുഖമല്ലേ ചൂട് കാലത്ത്. പിന്നെ ഇപ്പുറം തന്നെ അവർ സോഡയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മെയിനായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാനും പിന്നെ പിള്ളേർക്ക് ഫോട്ടോസ്റ്റാറ്റ് വാങ്ങാനും ആയിരുന്നു പോയത്. പക്ഷെ ആ പോകുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ വാങ്ങി. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യമൊക്കെ ആയിരുന്നു. ഓരം ചേർന്ന് വേണം നടക്കാൻ എന്ന് പറയുന്നില്ലേ. അപ്പം മണിക്കുട്ടി അച്ഛൻ വന്നുകൊണ്ട് അച്ഛൻ്റെ കൂടെ അങ്ങ് പോയേ. അപ്പം ഞാനും കുഞ്ഞൂസും വരുന്ന വഴിക്ക് കുഞ്ഞൂസ് എന്നോട് പറഞ്ഞു നമുക്കൊരു പാനിപ്പൂരി കഴിക്കാമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നു നല്ല തിരക്കല്ലേ കയറണ്ടാന്ന്. അങ്ങനെ ഒടുവിൽ കയറി. ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടല്ലേ പാനിപ്പൂരിയൊക്കെ കഴിക്കാൻ പറ്റൂ. നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പാനിപ്പൂരിയൊന്നും കഴിക്കാറില്ല. അപ്പം ഞങ്ങളുടെ ഫേവറേറ്റ് എന്ന് വെച്ചാൽ ദഹിപ്പൂരിയാണ്. നല്ല ടേസ്റ്റാണ് ഈ ഒരു കടയിലത്തെ ദഹിപ്പൂരി എന്ന് വെച്ചാൽ, അടിപൊളി. ആ ഒരു മധുരവും നമ്മുടെ തൈരിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കൂടി ചേർന്നുണ്ടല്ലോ. അങ്ങനെ കഴിച്ച് ഞങ്ങൾ പാഴ്സലൊക്കെ വാങ്ങി വീട്ടിലോട്ട് പോയി.